യൂണിവേഴ്സൽ ഹ്യൂമാനിറ്റി ഉണ്ടോ എന്നുള്ള അതിന്റെ ആ ഒരു സാമ്രാജ്യം അത് ഞാൻ കഴിഞ്ഞ കൊല്ലം ജൂണിലാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ജൂണിന് ഞാൻ എഴുതിയ ഒരു നോട്ടാണ് ഇതാണ് എ അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, അതോടൊപ്പം തന്നെ വാർ ഫോർ ഹ്യൂമാനിറ്റി. കാരണം എനിക്കറിയാം ഈ വാർ അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ഇവിടെ നടപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം അത് ഫ്ലെക്സിബിളി മനസ്സിലാവും അല്ലേ? യാതൊന്നും മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളെല്ലാം സെക്സിനും തിന്നാനും എല്ലാം എടുക്കുന്നു. ഓക്കെ, അതായത് സൗന്ദര്യം എല്ലാം വർദ്ധിപ്പിക്കാൻ വേണ്ടി വിഡ്ഢികള് രക്തമെല്ലാം കുത്തിക്കയറ്റുന്നു, മുഖം കഴുകുന്നു. അപ്പൊ ഇതെല്ലാം ഏറ്റവും അടിപൊളി തന്നെയാണ് ഈ വിഡ്ഢിത്തരം. പക്ഷെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ടൈം ഫോർ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ഈ വിഡ്ഢികളുടെ കാര്യം ഞാൻ ഇട്ടത്. അപ്പൊ ഈ വിഡ്ഢികളെക്കാട്ടും വലുതല്ല നമ്മുടെ ഇവിടുത്തെ ചായക്കടക്കാരനും ഈ പറയുന്ന കള്ളനായ പിണറായി വിജയനൊന്നും. ഓക്കെ, അവരെല്ലാം വെറും വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്, വിറ്റു, അമ്മയെ വിറ്റു. ഓക്കെ, ഭാരതമാത എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്റെ അമ്മ തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഭൂമി കംപ്ലീറ്റ് ആണ്. ഓക്കെ, എന്നാലും ഇന്ത്യ എന്നുള്ള എന്റെ അമ്മേനെ വിറ്റു എന്ന് പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു. ഓക്കെ, പക്ഷെ ഇതൊന്നും വിഡ്ഢികൾ ആരും ചോദ്യം ചെയ്യില്ല. കാരണം അവരുടെ പുറകെ ഇരിക്കുന്ന വിഡ്ഢികൾ ഇതുപോലത്തെ കുറച്ച് അപ്പൂപ്പന്മാരാണ്. ഓക്കെ, അതായത് ഇന്നോ നാളെയോ ചാവാൻ കിടക്കുന്ന ആ ഒരു രീതിയിൽ നടക്കുന്ന, അല്ലെ, പെണ്ണുങ്ങളായിട്ടൊക്കെ അങ്ങനെയൊക്കെ സംസാരിച്ച് നടക്കുന്ന ആ ഒരു വിഡ്ഢികളാണ് ഈ പറയുന്ന രാജ്യസഭയും ലോകസഭയും എല്ലാം ഇരിക്കുന്നത്. അതൊരു ഡെമോക്രസി എന്നുള്ള വിഡ്ഢിയായ ഒരു പേര്. ഓക്കെ, ഒരു വിഡ്ഢിയായ കൗണ്ടർ ഫ്രണ്ട് ഇരുത്തും. അപ്പൊ ഈ വിഡ്ഢികളെ വിഡ്ഢികളായിട്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഇവർ പിന്നെ ഇങ്ങനെ പൊക്കി പോലെ കുഞ്ഞുങ്ങളുടെ കണ്ണൂരെ അടിച്ചു പോകുന്നു, ജീവിതം പോകുന്നു, നശിച്ചു പോകുന്നു. ഇപ്പൊ റോഡെല്ലാം ആക്സിഡന്റോട് ആക്സിഡന്റ്. എന്നിട്ടും വിഡ്ഢികൾ നമ്മളിങ്ങനെ ക്യൂവിൽ കിടത്തിയിട്ട് ടോളെല്ലാം പിരിക്കുന്നു. ഓക്കെ, അതായത് ആ ബ്രിട്ടീഷ് റൂൾ മാറിയത് ഇപ്പോഴും വിഡ്ഢികൾ അറിഞ്ഞിട്ടില്ല. കാരണം അറിയേണ്ട ആവശ്യമില്ല. കാരണം ഈ ജനതകൾ, ഈ 95% പ്രതികരിക്കാത്ത, ആണും പെണ്ണും അല്ലാത്ത ആ ഒരു സിനിമാ നടന്മാരും ബിസിനസ് ആൾക്കാരും യങ്സ്റ്റേഴ്സും ചോദിക്കുന്നില്ല. ഓക്കെ, ചോദിക്കാതിരിക്കുമ്പോൾ ആർക്കും സത്യം ധർമ്മമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ശരീരം, എന്റെ സമയം, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി, അതെനിക്ക് മൂന്നും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ പ്രകൃതി. അപ്പൊ ഈ പറയുന്ന മയോപ്പിയ ആണെങ്കിലും ഇതെല്ലാം അവര് വരുത്തിയെടുത്ത് ഈ പറയുന്ന, അല്ലെ, മൊബൈൽ ഫോണും ഡിജിറ്റൽ യുഗവും കാര്യങ്ങളെല്ലാം ഇതിന്റെ ആ ഒരു പീക്ക് 2030 അജണ്ടയാണ്. ഓക്കെ, സാത്താൻ. അപ്പോ സാത്താനെ വെച്ചിട്ടെല്ലാം ആ വിഡ്ഢികൾ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ആൾക്കാരാ. അപ്പൊ അതിന്റെ പവർ കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈ ഒരു 2030 അജണ്ട എല്ലാം പണ്ട് മുതലേ ഞാൻ എഴുതിയിട്ടൊരു കാര്യമാണ്. ഞാൻ ആ ഒരു പച്ചപ്പല്ലേ, ഒരു പ്യൂർ ആയിട്ടുള്ള, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള എർത്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്കെല്ലാം നമുക്ക് ആരോഗ്യ പ്രശ്നം വന്നതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, ആവശ്യമില്ലാത്ത പല പദാർത്ഥങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നു. അതവർ ചെയ്യുന്നുണ്ട്. വായുവിലൂടെയും വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലൂടെ അതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഞാൻ കട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ആവശ്യമുള്ള കാര്യം നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ കണ്ടുപോയത് മൊബൈലിൽ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവനൊരു ഇല ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പ്യൂർ ആയിട്ടുള്ള ഒരു ഭക്ഷണം പോലും ഒരു 5 വയസ്സുള്ള കുഞ്ഞ് അവന്റെ ജീവിതകാലത്തിൽ കഴിച്ചിട്ടുണ്ടാവില്ല. അതോടൊപ്പം തന്നെ വാക്സിൻസ്, ഓക്കെ, ഇമ്മ്യൂണിറ്റി റെസിസ്റ്റ് ചെയ്യാനുള്ള വാക്സിൻസും, അതോടൊപ്പം തന്നെ മരുന്ന്, ആന്റിബയോട്ടിക്. അപ്പോൾ ഇതെല്ലാം ബയോമാക്സിന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതെല്ലാം കൊണ്ട് തന്നെ കണ്ണും കൈയും കാലും ചെവിയും എല്ലാം ഡാമേജ്ഡ് ആവും. ഇതെല്ലാം അവരുടെ ഏറ്റവും പദ്ധതിയാണ്. അപ്പൊ അതും ഞാൻ കട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് കംഫോർട്ട്. അതായത് എല്ലാവരും സുഖത്തിന് പുറകെ പോയി. അതായത് സുഖം സുഖം സുഖം, അല്ലെ, ഓൺലൈൻ ഫുഡ് കഴിക്കുന്നു, യാതൊരു എക്സസൈസ് ഇല്ല, യാതൊന്നുമില്ല, നമുക്ക് കൈ ഇഴങ്ങുന്നില്ല, കാലിളങ്ങുന്നില്ല, എന്നിട്ട് എല്ലാവർക്കും കൈവേന, മുട്ടുവേന, കാലുവേന. അപ്പൊ അതൊരു ഈ പറയുന്ന തേയ്മാനത്തെ എല്ലാം വിഡ്ഢികളായ ഡോക്ടർമാർ വെച്ചു കൊടുക്കും. അപ്പൊ ഈ വിഡ്ഢിത്തരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി പരിശുദ്ധമാക്കുന്നതാണ്. അതിനുള്ള എല്ലാവിധ പദ്ധതി എന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണെന്ന് അറിയണ്ട, അത് ഞാൻ ചെയ്തോളാം. ഓക്കെ.